ഒരു സുപ്രഭാതത്തില് ഇൻസ്റ്റാഗ്രാം ഒക്കെ നിന്നുവാ. ഇനി ഇൻസ്റ്റാഗ്രാം ഒന്നും വരൂല അപ്പൊ ഞങ്ങള് പണിക്കോ യൂട്യൂബില്ല. ഞങ്ങള് ആദ്യം തന്നെ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാറ് വാങ്ങി ഞാനും മുനീറും. ഹംസപ്പാക്ക് ഓൾറെഡി കാറുണ്ട്. ബൈക്കും ഇതൊക്കെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു പണിയെടുത്ത് സമയത്ത് തന്നെ. പിന്നെ വീടും വെച്ചു. ഒരുവിധമല്ല ഒരു പൈസക്കാരനായി നടക്കേണ്ട പോലൊക്കെ ഞങ്ങൾ നടക്കും ചെയ്തു ലൈഫിൽ ഒരു പ്രാവശ്യം. അപ്പൊ ഇനിയിപ്പോ ഇൻസ്റ്റാഗ്രാം പോയാലും പ്രശ്നമൊന്നുമില്ല. ഈ വീട് ഇതൊക്കെ വെക്കണമെങ്കിലാണ് ഒരു ചില ആൾക്കാർ 10-20 കൊല്ലം സമ്പാദിക്കേണ്ടി വരിക. അത് ഞങ്ങള് കുറുക്ക് വഴിയിലൂടെ നേടിക്കഴിഞ്ഞു. അപ്പൊ ഭൂമിന്ന് കിട്ടാനുള്ളതൊക്കെ എന്താ ഏകദേശം കിട്ടി. അതിന് ആരോഗ്യത്തോടെ അങ്ങനെ നിന്നാ മതി. ഇനി ഹംസപ്പാന്റെ ലൈഫിലുള്ള ഒരു വലിയൊരു ആഗ്രഹം എന്താ? കുടുംബക്കായിട്ട് ഒരു ഹജ്ജിനോ ഉംറയോ ഏതൊക്കെ പോകണം. അതാണ് വലിയൊരു ആഗ്രഹം. ഫാമിലിയിലുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാ നിങ്ങൾക്ക്? നല്ല സപ്പോർട്ടാണ്. അവര് എപ്പോഴെങ്കിലും പറയോ അവർക്ക് ചെയ്യണം? അങ്ങനത്തെ ആഗ്രഹമല്ല. പക്ഷെ എന്താ നമ്മളെ എന്റെ വീട്ടിലൊക്കെ ഫുൾ സപ്പോർട്ടാണ്. 2 മക്കളായാലും ഭാര്യയായാലും ഒക്കെ ഫുൾ സപ്പോർട്ട്. മക്കളെ പിയാപ്പിളമാരായാലും ഒക്കെ ശരിക്കും ഞങ്ങൾ അവിടെയൊക്കെ പോകുമ്പോ വലിയ സെലിബ്രിറ്റി ആയൂല്ലേ? അവിടുന്ന് മരുവന് കാണാൻ വന്നിരുന്നല്ലോ. ഞങ്ങള് ദുബായിലാണ്. മരുവൻ എന്നിട്ട് ഒരു കെട്ട് സാധനം എന്നിട്ട് ആകെ ലോഡ് കൂടി അവിടെ വെച്ച് പോതാ. ഇപ്പൊ മക്കളോട് ചോദിക്കാം ഉപ്പ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ മക്കൾ എന്താ പറയാ? മക്കള് പറയും കാണിച്ചു കൊടുക്കും. എന്താ പറയാ? കോമാളിത്തരം കാട്ടുകളൊക്കെയാണ് ഫാറൂഖിന്റെ ഇപ്പം മുനിയറിന്റെ ഒപ്പം. ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ഇനിയും ബാക്കിയാണ് അല്ലേ? ഹംസപ്പ ഇനി പാടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാല് പേരൊക്കെ പോരാതെ അതിൽ ഹംസപ്പ കൊണ്ടാണേ ഒരു പാർട്ടി ഞങ്ങള് ശിങ്കിടികളും ഹംസപ്പ മെയിൻ ഗുണ്ടയാണ് ആ പടത്തില്. ലാലേറ്റോന്റെ ആ സ്റ്റേജുമ്പോ പാടിയിട്ട് അതില് കമന്റില് ഫുള്ള് നിങ്ങൾക്ക് അറിയണ പണി ചെയ്താ പോലെ. അപ്പൊ നമ്മൾ ഈ കല്യാണ പരിയിലും ഇവിടെ ഒക്കെ പാടുന്നത് നമ്മളെ നാട്ടുകാർ നമ്മളെ സുഹൃത്തുക്കളാണ്. പക്ഷെ നമ്മള് ഈ പൈസ കൊടുത്ത് വിളിച്ചൊരു സ്ഥലത്ത് പോയി പാടുമ്പോ പൈസ കൊടുത്ത് പോകുമ്പോ അത്ര എക്സ്പെക്ട് ഞാനും ഇടക്കൊക്കെ സ്വൈരം കെടുത്തുമ്പോ എന്തേലൊക്കെ അഷറഫ് മോനെ ചായ കൂടി അതൊക്കെ പാടും. ഇത് അവരെ എൻജോയ് ചെയ്യണില്ലാന്ന് എനിക്കറിയാം. പാടി നോക്കട്ടെ. പരിപാടിയല്ലേ ഇത്, ആളുകൾ ഇഷ്ടപ്പെടും. പാടി. മഴനീർത്തുള്ളികൾ തണുനീർമുത്തുകൾ തണുവായി പെയ്തിടും തോർന്നിടും വെൺശങ്കിലെ ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗി നാണത്തിൻ പൂജിയാ. ലിറിക്സ് നല്ല രസമുണ്ട് കേട്ടോ. ആരാ ഞങ്ങളെ കുറ്റം പറഞ്ഞേ പാട്ട് പാടാൻ പറ്റില്ല? പക്ഷെ ടിക്കറ്റ് കൊടുത്ത് പാടുന്നതിൽ പറ്റില്ല എന്ന് തോന്നുന്നില്ല. അതാണ് പ്രശ്നം. അതെ നേരെ നോക്കിട്ട് ഇട്ടാ മതി കേട്ടോ. ഇല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞില്ല ടിക്കറ്റില്ല ഷോ ഇല്ലല്ലോ, അപ്പൊ ആളുകൾ ഇഷ്ടപ്പെട്ടോളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു സുപ്രഭാതത്തില് ഇൻസ്റ്റാഗ്രാം ഒക്കെ നിന്നുവാ. ഇനി ഇൻസ്റ്റാഗ്രാം ഒന്നും വരൂലെന്ന് പറയാം. അപ്പൊ പണിക്കോ യൂട്യൂബില്ല. ഞങ്ങള് ആദ്യം തന്നെ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങള് കാറ് വാങ്ങി ഞാനും മുനീറും. ഹംസപ്പാക്ക് ഓൾറെഡി കാറുണ്ട്. ബൈക്കും ഇതൊക്കെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു പണിയെടുത്ത് സമയത്ത് തന്നെ. പിന്നെ വീടും വെച്ചു. ഒരുവിധമല്ല ഒരു പൈസക്കാരനായി നടക്കേണ്ട പോലൊക്കെ ഞങ്ങൾ നടക്കും ചെയ്തു ലൈഫിൽ ഒരു പ്രാവശ്യം. ഇനിയിപ്പോ പണിക്ക് പോയാലും സാധാരണ പണിക്ക് പോയാലും ഇപ്പൊ ഞങ്ങൾ നടക്കണ മാതിരി ഇനി നടക്കാൻ പറ്റും. ഇപ്പൊ ഒരു പണിക്ക് പോകുന്ന സാധാരണ മനുഷ്യന്മാരെന്താ ചെയ്യാ? നല്ല വസ്ത്രം ധരിക്കും, നല്ല വണ്ടിയിൽ പോകും, ഇടക്ക് പടത്തിന് പോകും, ഇടക്ക് നല്ല ഭക്ഷണം കഴിക്കും, ഇടക്ക് ടൂറ് പോകും. ഇതൊക്കെ ഡെയിലി പണിക്ക് പോകുന്ന ആൾക്കാർക്കും പറ്റും. അപ്പൊ ഞങ്ങള് പണിക്ക് പോയിട്ട് അങ്ങനെ ഇതായി നടക്കും. ഇൻസ്റ്റാഗ്രാം പോയാലും പ്രശ്നമൊന്നുമില്ല. ഈ വീട് ഇതൊക്കെ വെക്കണമെങ്കിലാണ് ഒരു ചില ആൾക്കാർ 10-20 കൊല്ലം സമ്പാദിക്കേണ്ടി വരിക. അത് ഞങ്ങള് കുറുക്ക് വഴിയിലൂടെ നേടിക്കഴിഞ്ഞു. അത് കിട്ടിയല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രയാസം. പിന്നെ വാഹനം ചുരുങ്ങിയത് 10 ലക്ഷം വേണം ഒരു വാഹനം. അതുമായി മുനീർക്കും കുഴപ്പമില്ല, വീട് മുനീറും ഇന്നോവ ക്രിസ്റ്റ എടുത്തിട്ടുണ്ട്. ഇന്നോവ ക്രിസ്റ്റ എടുത്തിട്ടുണ്ട്. അപ്പൊ ഭൂമിന്ന് കിട്ടാനുള്ളതൊക്കെ എന്താ ഏകദേശം കിട്ടി. അതിന് ആരോഗ്യത്തോടെ അങ്ങനെ നിന്നാ മതി. അതെ, അതായത് അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടു കൂടി ജീവിച്ചാൽ മതി. പക്ഷെ നമ്മളൊക്കെ സേഫ് അല്ലാത്തതുള്ളൂ. ഇൻസ്റ്റാഗ്രാം ഞങ്ങളെ പോലെ തന്നെ ഞാനും സേഫ് അല്ലാണ്ടാവും.
പക്ഷെ ആൾക്ക് അവിടെ അറബി ടീമുകളൊക്കെ ഉണ്ട് അല്ലേ? മീനങ്ങ് ലേലം വിളിച്ച് കൊടുത്താ സെറ്റാ അല്ലേ? അത് നല്ല നല്ല ബിസിനസ് ആണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് അതുമ്പോ ഭയങ്കര ബർക്കത്താന്ന് പറയും. മീനിന്റെ ബിസിനസ് ആണ് നല്ല ലാഭമുള്ള ബിസിനസ് ആണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം കേട്ടോ. അതെ, എല്ലാത്തിനും നമുക്കൊരു ബുദ്ധി വേണം അല്ലെ? നമുക്ക് അത് ചെയ്യാനുള്ള ഒരു നാക്ക് വേണം, അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും. അത് ഞങ്ങളൊരു വീഡിയോയില് പറയുന്നുണ്ട്. ഈ എന്താ കോഴി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിന് നമ്മള് തീറ്റ കൊടുത്ത് വളർത്തണം. മീന് പറഞ്ഞു കഴിഞ്ഞാലേ ഒന്നും ചെയ്യണ്ടാവും, പടച്ചോന് സത്യം അല്ലേ? അതിനെ പിടിച്ചോണ്ടരും, അതൊരു റിസ്ക്. എന്നിട്ട് ഈ എന്താ അംസപ്പ എന്നിട്ട് ഇതിന് എത്ര റുപ്യ, ആ വെറുതെ കിട്ടുന്ന സാധനം ഇതിന് എത്ര റുപ്യ, ഇതിന് എത്ര റുപ്യ അവിടെ ലേലം ചെയ്തോടത്ത് നമ്മള് നല്ല പോക്കറ്റ് നല്ല പൈസ എടുത്ത് കൊടുക്കണം. വാങ്ങിക്കാൻ നല്ല അല്ല, ശരിക്കും നല്ല റിസ്ക് എടുത്ത് പോകുന്നത് അതാണ് ഏറ്റവും വലിയ. കടലിൽ പോകുന്ന റിസ്ക് തന്നെയാണ്. പക്ഷെ നമ്മളെ ഈ ഗൾഫിലൊന്നും വലിയ കുഴപ്പമില്ല കടലിൽ പോണത്. തിരമാലയൊക്കെ വളരെ ചെറിയ പോയിട്ടുണ്ടോ? അതെ, കടലിൽ പോയിട്ടില്ല. പറയുന്ന എക്സ്പീരിയൻസ് അല്ല, കടലിൽ തൊട്ടടുത്ത് തന്നെ അപ്പോൾ കാണാറ്. നമ്മുടെ ഇവിടുത്തെ തിരമാലയും അവിടുത്തെ തിരമാലയും ചെറിയ ചെറിയ തിരമാലകളോട് വ്യത്യാസമുണ്ട് അല്ലേ? ഇനി അംസമ്മന്റെ ലൈഫിലുള്ള ഒരു വലിയൊരു ആഗ്രഹം എന്താ? കുടുംബമൊക്കെ ആയിട്ട് ഒരു ഹജ്ജിനോ ഉംറ ഏതൊക്കെ മറ്റു പോകണം. അതാണ് വലിയൊരു ആഗ്രഹം. നടത്തട്ടെ, നടക്കാൻ പറ്റട്ടെ എന്തായാലും. അതായത് ഫാമിലി എല്ലാരും കൂടി കൂട്ടിയിട്ട് എന്നാലും സെറ്റ് ആവട്ടെ. നിങ്ങളെയോ? അങ്ങനെ ആ ആഗ്രഹം ഞങ്ങക്ക് പണ്ടേ ഉണ്ട്. അവിടേക്ക് പ്രൊമോഷനൊക്കെ കിട്ടുകയാണെങ്കിൽ ചെയ്യാന്നില്ലതില് നിക്കാണ് അല്ലേ? അല്ലെങ്കിൽ ഞങ്ങള് ആയിട്ട് പോവും. ഇപ്പൊ ഇടക്ക് അവിടെ കുളിക്കും, പക്ഷെ ഇടയ്ക്ക് സെറ്റ് ആവില്ല. അപ്പൊ ദുബായിക്ക് അങ്ങനെ ഇടക്കിടക്ക് പോകും. അവിടേക്ക് അങ്ങനെ എപ്പോഴും കിട്ടൂല, ഇതുവരെ പോയിട്ടില്ല. സൗദിയിൽ കാരണം ഈ ഇതില്ലല്ലോ, ഇങ്ങനത്തെ മീഡിയ അവിടെ കുറവല്ലേ? അപ്പൊ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് പരമായിട്ടായിരിക്കല്ലോ. പിന്നെ അങ്ങോട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ നല്ല പൈസ അല്ലേ? ഞങ്ങൾ എല്ലാരും ബേസിക് ആയിട്ടുള്ള ആഗ്രഹം തന്നെയാണ്, ഹജ്ജ് ചെയ്യണം. എല്ലാരും പെരക്കാരൊക്കെ കൂട്ടിയിട്ട് പോണം തന്നെയാണ്. നിങ്ങൾ ഇപ്പൊ ഭയങ്കര വൈറലാണ്, ഒരു വീഡിയോ ഇട്ടാ മില്യൺ കണക്കിനാണ് വ്യൂസ് വരുന്നത്. അപ്പൊ ശരിക്കും ഈ സിനിമ മേഖലയിലുള്ളവരൊക്കെ നിങ്ങൾ അറിയായിരിക്കും ഉറപ്പായിട്ടും അല്ലേ? അപ്പൊ അവിടെ നിന്ന് നിങ്ങളെ വിളിക്കാറൊക്കെ ഉണ്ടോ? ഒരു ചാൻസ് ഒക്കെ വരാറുണ്ടോ? അഭിനയിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ പ്രൊമോഷൻ വന്നതാണ്. സാഹസം സോറി, സാഹസം. സാഹസം എനിക്കറിയാലോ. ഏത് മൂഡ് ആ പാട്ട്. അതില് ഞങ്ങള് ഉണ്ടല്ലോ സീനില്ലേ ബൈജുബിലൊക്കെ ഇരിക്കണേ, അതില് ഞാനും ഫാറൂഖാണ് അതിന്റെ ഓണർമാരും. ഞാൻ കണ്ടില്ല പടം, പക്ഷെ പടത്തിന്റെ പേര് നല്ല ഓർമ്മ. അതേ ഞാൻ സാഹസം ഏതാന്ന് ചോദിച്ചാ. പിന്നെ ഒന്ന് ഡബിങ് ആയിട്ടുണ്ട്, ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. 10 ദിവസമായിട്ട് നമ്മള് മഹേഷിന്റെ കിണറ് പേരിപ്പോ മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ആ പേര് പറയുമ്പോ എല്ലാരും ചിരിക്കും. പുള്ളി പറയുന്നത് മഹേഷിന്റെ കിണറ് അത് മാറ്റിയോ? പേര് മാറ്റണം എന്ന് പറഞ്ഞത്. ആ പേര് ഭയങ്കര ശരിക്കും പബ്ലിസിറ്റി കേട്ടോ. മഹേഷിന്റെ കിണറ് നന്നായിട്ട് പോകും, പ്രത്യേകിച്ച് കാരണം ഒരു കിണറുമായി ബന്ധപ്പെട്ടിട്ടില്ല ഒരു കഥയാണ്. ഓക്കെ. പിന്നെ വേറെ എന്താ ചെയ്തു? ബോളാകോളം എന്ന് പറഞ്ഞ സിനിമ. പന്തളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടം. ശരിക്കും പന്തുകളി ഫാൻസ് ആണോ? മലപ്പുറങ്ങരുടെ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വേസ്റ്റ് ക്വസ്റ്റ്യൻ. വെറുതെ ചോദിക്കണത്. അതെ, ശരിക്കും എത്ര നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളി അതന്നെ ഉള്ളൂ. ക്രിക്കറ്റ് കുറവാണ്, ഉണ്ട് എന്നാലും. ഓക്കെ. നമ്മളെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇതിൽ തന്നെ ഫുട്ബോള് ക്രിക്കറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇടക്കിടക്ക് മാച്ച് ഉണ്ട്. ഞാൻ കളിച്ചിരുന്നായിരുന്നു, കളി കാണാൻ വരുന്നുണ്ട്. ഞാൻ കളിച്ചിരുന്നു ചെറുപ്പത്തിൽ. ഒരു 22 വയസ്സ് വരെയൊക്കെ ഞാൻ കളിച്ചിരുന്നു. പ്ലെയർ ആയിരുന്നു, പിന്നെ മതി. ഓക്കെ. ഇതിപ്പോ നിങ്ങള് മൂന്നാളും കൂടി അല്ലേ സിനിമയിലേക്കൊക്കെ വിളിക്കുന്നത്? ശരിക്കും ഒറ്റയ്ക്കൊക്കെ ഇത് അംസപ്പൊക്കെ നല്ലൊരു ഭാവി ഉണ്ടല്ലേ സിനിമയില്? ബോളാകുളത്തിൽ അംസപ്പ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാളും എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു, അംസപ്പ് മാത്രമേ ഉള്ളൂ. ഞങ്ങള് വേറെ ഇതിലായിട്ട് ഇവരൊക്കെ ഉണ്ട്, ലാലും കുഞ്ഞാപ്പും. സാഹസത്തിൽ ഞങ്ങള് രണ്ടുപേരേ ഉള്ളൂ. അംസപ്പ് ഞാൻ പോയിരുന്ന അവിടെ ഉണ്ടായിരുന്നു, അതില് പെട്ടില്ല. കട്ടിങ് വന്നു, സീൻ ഉണ്ടായിരുന്നു, കട്ടില് വന്നില്ല. അല്ല, അവരെ കട്ട് ചെയ്ത് വന്നപ്പോ ചെറുത് അവരെ ബോഡി ഗാർഡൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവും അവിടെ. ഒരു മറ്റേ ബോഡി ഗാർഡ് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ഫ്ലാറ്റ് ഒക്കെ ഉണ്ടാവില്ല, അവിടെ സെക്യൂരിറ്റിന്റെ നല്ല ചേരും. ഏറ്റവും കൂടുതൽ റോള് ചെയ്യാൻ ഞാൻ അതന്നെയാണ്. ഞങ്ങള് സെക്യൂരിറ്റിന്റെ ചെയ്യല്, സെക്യൂരിറ്റിന്റെ ചെയ്യല്. അല്ലെ റീൽസിൽ ഞങ്ങള് കൊറേ സെക്യൂരിറ്റി ചിലപ്പോ അതായിരിക്കും എന്റെ മൈൻഡിലേക്ക് വന്നത്. ആ വേഷം വരെ ഞാൻ അങ്ങ് ഇമാജിൻ ചെയ്ത്, അപ്പൊ ശരിക്കും ഞാൻ കണ്ടിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്. ഒന്നും കണ്ടിട്ടില്ല. ഈ പരിപാടിക്ക് വന്നപ്പോഴേ വേഗം പോയി കണ്ടിക്കാണ്. ശരിക്കും ഫാമിലിയിലുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെ? ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. അവര് എപ്പോഴെങ്കിലും പറയോ അവർക്ക് ചെയ്യണം
അല്ലല്ല ഓർക്ക് അങ്ങനത്തെ ആഗ്രഹമല്ല. അങ്ങനത്തെ ആഗ്രഹമില്ല. ആർക്കും പക്ഷെ എന്താ നമ്മൾ എന്റെ വീട്ടിലൊക്കെ ഫുൾ സപ്പോർട്ടാണ്. രണ്ട് മക്കളായാലും ഭാര്യയായാലും ഒക്കെ ഫുൾ സപ്പോർട്ടാണ്. മക്കളെ പിയാപ്പിളമാരായാലും ഒക്കെ അടിപൊളിയാണ്. ശരിക്കും ഞങ്ങൾ അവിടെയൊക്കെ പോകുമ്പോ വലിയ സെലിബ്രിറ്റി ആയും അല്ലേ? ഈ അവിടുന്ന് മരുവന് കാണാൻ വന്നിരുന്നല്ലോ ഞങ്ങള് ദുബായിലെ മരുവൻ എന്നിട്ട് ഒരു കെട്ട് സാധനം എന്നിട്ട് ആകെ ലോഡ് കൂടിയിട്ട് അവിടെ വെച്ച് പോതാ കൊറിയർ കിട്ടു ലാസ്റ്റ്. ശരിക്കും നോക്കി കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്ത് അവിടെയൊക്കെ പോകുമ്പോ ഉപ്പ എന്താ ചെയ്യണേ ഞാൻ ചോദിച്ചോക്കെ എന്താ പറയാ? എങ്ങനെ ഇപ്പൊ മക്കളോട് ചോദിക്കാ ഉപ്പ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ മക്കൾ എന്താ പറയാ? മക്കള് പറയും കാണിച്ചു കൊടുക്കും എന്ത് പറയാ? കോമാളിത്തരം കാട്ടുകണക്കാണ് ഫാറൂഖിന്റെ ഇപ്പം വിളിയണ്ടപ്പോ. ഇങ്ങനെ പറയണ്ട. ഇല്ലല്ല അങ്ങനൊന്നും പറത്തില്ല. അവരോടും ചോദിക്കൂല. അതെ അതെല്ലാ ഈ ഫീൽഡിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ചോദ്യചിഹ്നാണ്. എന്താണ് പണിയെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാനൊരു മടിയാ. അതെ നിങ്ങൾ എന്ത് പറയും? അങ്ങനെ പറയാ ഇൻഫ്ലുവൻസർ ആണ് പറയുക അത്ര. പിന്നെ ഞാൻ വേറെ ഇതില് പറഞ്ഞിരുന്നു, ഞാന് എന്താ കുറച്ച് പ്രായമായ ആൾക്കാർ ചോദിക്കുമ്പോ ഇങ്ങനെ കടകളുടെ ഒക്കെ പരസ്യം ചെയ്യണ പരിപാടിയാണ്. പരസ്യം ചെയ്യണ പണിയാണ്. അപ്പൊ ഓർക്ക് അത് പറയുമ്പോ മനസ്സിലാവും. അല്ലെങ്കിൽ എന്റെ ഇപ്പഴക്കം പറയും ഫാറൂഖ് രാവിലെ കാറിൽ കയറി പോണാണ് എന്താ നിനക്കറിയില്ല. ആ പരിയിലായിരുന്ന സമയത്തേ അന്ന് എന്താ ഇന്റെ അടുത്ത് വണ്ടിയില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ടീം വരും ഉദ്ഘാടനമൊക്കെ ഉണ്ടെങ്കില് കാർ കൊണ്ട് വരും. ഞാൻ അതില് കയറിയാണ് പോകും. പിന്നെ വൈകുന്നേരം വരിക. അത് കാര്യങ്ങളൊക്കെ നടക്കണുണ്ട്, വേറെ പണിക്കൊന്നും പോണില്ല. വീട്ടില് ഇപ്പൊ പൈസ കഴിക്കുകയാണെങ്കിലും കുട്ടികളെ കൊണ്ടല്ലേ നടക്കുന്നുണ്ട്, മക്കളെ സ്കൂളിൽ എല്ലാം നടക്കും. പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലെ? പിന്നെ അങ്ങനെ ആരൊക്കെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ വീഡിയോ കാണാറില്ല. ഇല്ല, അവരടുത്ത് സാധാ ഫോണാണ്. പിന്നെ ഈ ഗ്യാസും ഇതൊക്കെ എടുക്കാൻ വേണ്ടിട്ടാണ് അവർക്ക് ഞാൻ മറ്റേ ഫോണ് റെഡി ആക്കി കൊടുത്തത്. ഓക്കെ. എന്താ കൂമനാ അല്ലപ്പുറത്തുനിന്ന് എന്തോന്ന് കരഞ്ഞ് കൂടത് ഏതോ വല്ല പുലിയൊക്കെ ഇറങ്ങും. നീ പോവാ നമുക്ക് വേഗം. എന്താ നിങ്ങളടുത്ത് ഞാൻ പറയാം, അങ്ങനെ ഞാൻ കൊണ്ടുപോയാലോ എന്നാലേക്കാ വീട്ടിലേക്ക്. പുതിയ പാലത്തിനല്ലേ അപ്പൊ ഭാഗത്തേക്ക് കല്ലായിക്ക് കഴിഞ്ഞിട്ട് ഇനി കോഴിക്കോട് വരുമ്പോ വിളിക്കണം. അപ്പൊ ഞാൻ പറയും ഞാൻ അവിടെ ഇല്ല ഷൂട്ടില്ല അത് പറയും. വിളിക്കണോ കേട്ടോ. ഭയങ്കര സന്തോഷം കണ്ടതില്. ഫറൂഖ നിങ്ങൾ കുടിരിക്കൽ നിന്നെ അറിയില്ല, ഇനി നിങ്ങളേക്ക് കുടിരിക്കൽ നിന്നെ അറിയാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കുടിരിക്കൽ അറിയിക്കല്ലേ വിളിക്കണല്ലോ. ഞാൻ ഞങ്ങട്ടെ വിളിക്കും. വലിയ സന്തോഷം. ഇപ്പൊ ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ഇനിയും ബാക്കിയാണ് അല്ലേ? ഇനി പാടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാല് പേരൊക്കെ പോരാ. ഗുണ്ടാണേ ഒരു പാർട്ടി ഞങ്ങള് ശിങ്കിടികളും അംസപ്പ മെയിൻ ഗുണ്ടാണ് ആ പടത്തില്. എന്തായാലും അടിപൊളി. ഈ ഒരു എനർജിയോട് കൂടി ഈ ഒരു എന്താ പറയാ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോവാ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഓക്കെ.